കരാറടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും കരുത്തുറ്റ സംഘടനയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CIT. ഈ സംഘടന ഇപ്പോൾ ഒരു സമരമുഖത്താണ്. കാലാനുസൃതമായി ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും വേതനം നിശ്ചയിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയിലാണ് തൊഴിലാളി സംഘടനയായ CIT പ്രസ്ഥാനം സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസമായി കൂലി നിശ്ചയിക്കാതെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന മേഖലയിൽ പണിയെടുക്കുന്ന മീറ്റർ റീഡർമാരുടെ വേതനം നിശ്ചയിക്കാതെ അവർ തുടർന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി ഈ മേഖലയിലേക്ക് വന്ന TOD മീറ്റർ റീഡിംഗ്, സോളാർ റീഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ കൂലി നിശ്ചയിക്കാതെ ചെയ്തു വരികയാണ്. ഈ ജനുവരി മാസത്തില് സംഘടന എന്ന നിലയിൽ ബോർഡ് ചെയർമാന് കത്ത് നൽകുകയും ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഫലപ്രദമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും നാളിതുവരെ നടത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ സംഘടന സംസ്ഥാന വ്യാപകമായി ഡിവിഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ വരുന്ന 26, 27 തീയതികളിലായി ഒരു ധർണാ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ധർണയിലൂടെ ഏതാണ്ട് 9ഓളം മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. ഫലപ്രദമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ മാർച്ച് 31 വരെ ഇപ്പോൾ നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നു പോവുകയും എന്നാൽ മാർച്ച് 31-നകം തീരുമാനം എങ്കിൽ ഏപ്രിൽ 1-ാം തീയതി സൂചനാ പണിമുടക്കിലേക്ക് സംഘടന ചെന്നെത്തുകയാണ്. ഇത്തരണത്തിൽ ഏവരുടെയും ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇതിനെ അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമര പരിപാടിക്കാണ് CIT പ്രസ്ഥാനം തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങള്: 1. GOD മീറ്റർ റീഡിങ്ങിന് മാന്യമായ വേതനം അനുവദിക്കുക. ടേൺ കീ വർക്ക് ഒഴിവാക്കി പെറ്റി കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കുക. KSEBയിലെ എല്ലാ ദിവസവേതന തൊഴിലാളികളുടെയും വേതനം വർദ്ധിപ്പിക്കുക. ജനറേഷൻ മേഖലയിൽ അനുവദിച്ച 15% വേതന വർധനവ് എല്ലാ തൊഴിലാളികൾക്കും നൽകുക. വർക്കർമാർക്ക് അനുവദിച്ച 850 രൂപ എല്ലാ മേഖലയിലുമുള്ള വർക്കർമാർക്ക് നൽകുക. പെറ്റി കോൺട്രാക്ട് ബില്ലുകൾക്ക് യഥാസമയം തുക നൽകുക. കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക. ലേബർ ഡാറ്റ പ്രകാരം വേതനം വർദ്ധിക്കുമ്പോൾ പണിയെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. കരാർ തൊഴിലാളികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ്. ഈ ധർണാ സമരം 27-ാം തീയതിയാണ് ഹരിപ്പാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടത്തുക. അതിന്റെ ഉദ്ഘാടകനായി CIT-യുടെ ഹരിപ്പാട് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് M. തങ്കച്ചൻ അവറുകളാണ് നിർവഹിക്കുന്നത്. KSEB മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് 60% കരാറടിസ്ഥാനത്തുള്ള തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷനിലും ട്രാൻസ്മിഷൻ രംഗത്തും ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും എല്ലാം കരാർ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലാനുസൃതമായ വേതന വർധനവ് ആ മേഖലയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രംഗത്ത് CIT-യുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര നിലയിൽ അത് അവരുടെ വർധനവ് നടപ്പിലാകുന്നില്ല. ഗവൺമെന്റ് 2 വർഷത്തിലൊരിക്കൽ PWD ലേബർ ഡാറ്റ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും ലേബർ ഡാറ്റ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് അന്നത്തെ വെച്ചിട്ട് സാമ്പത്തിക അവലോകനം വെച്ചിട്ട് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ KSEBയിലെ വർഷങ്ങളായിട്ടും ഈ തൊഴിലാളികളുടെ വേതന വർധനവ് പല മേഖലയിലും നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോ ജനറേറ്റിംഗ് സ്റ്റേഷൻ പൂർണ്ണമായും ഏതാണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കരാർ തൊഴിലാളികളാണ്. സബ്സ്റ്റേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ എഞ്ചിനീയർ ഒഴികെയുള്ള ബാക്കി മുഴുവൻ തൊഴിലാളികളും കരാറാണ്. ഷിഫ്റ്റ് അസിസ്റ്റന്റ്, ഓപ്പറേറ്റർ അടക്കമുള്ള മുഴുവൻ തൊഴിലാളികളും കരാറാണ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഏതാണ്ട് 80,000-90,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു തസ്തികയും 15,000, 20,000 രൂപയ്ക്കാണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ളതും ചെറുപ്പക്കാരികളും പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പം അവിടെ മാന്യമായ വേതനം അവിടെ കൊടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലെ നമുക്കറിയാം മീറ്റർ റീഡർ, സീനിയർ അസിസ്റ്റന്റ്, PRO ആയിട്ടുള്ള ഓഫീസിൽ വർക്ക് ചെയ്യുന്നവര്, വർക്കർമാര്, ഇപ്പോ ലൈൻമാൻമാരായിട്ടുള്ളവരടക്കം
കരാറടിസ്ഥാനത്തിലാണ് പണിയെടുക്കുന്നത്. അപ്പൊ അവിടെ ഈ ഡെയിലി വേജസ് ആയി വർക്ക് ചെയ്യുന്ന ആളുകൾ അടക്കമുള്ള നിരവധി ആളുകൾ, ഓഫീസ് വൃത്തിയാക്കുന്നവര്, ഡ്രൈവർമാര് തുടങ്ങി വിവിധ തസ്തികകളിൽ പണിയെടുക്കുന്ന നിരവധി ആയിരക്കണക്കിന് തൊഴിലാളികൾ. പക്ഷെ അവരുടെ വേതനവും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കരാർ തൊഴിലാളി ദിവസവേതനത്തിന്റെ വേതനം വർദ്ധിക്കുന്നതനുസരിച്ചുള്ള അതിനനുസൃതമായ ഒരു വർധനവ് KSEB മാനേജ്മെന്റ് നടപ്പിലാക്കുന്നുണ്ട്. 7-8 വർഷമായ റേറ്റിലാണ് ഇപ്പോഴും അവിടെ ഈ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. നിരന്തരമായ സമരം നടക്കുകയാണ്, പണിമുടക്കടക്കം നടക്കുക. ഇപ്പോ ഈ സമരത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മീറ്റർ റീഡർമാരുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങൾ ആ രംഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ കോൺട്രാക്ട് വർക്കിന് പുതിയ നിർവചനത്തിലേക്ക് വരികയാണ്. ടേൺകീ വർക്ക് എന്ന രൂപത്തിലേക്ക് കോൺട്രാക്ട് വർക്കുകൾ സർക്കിൾ അടിസ്ഥാനത്തിലും ഡിവിഷൻ അടിസ്ഥാനത്തിലും കൊടുക്കുന്ന രീതിയിലേക്ക് ബോർഡ് മാറുകയാണ്. അത് വൻകിട കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. നേരത്തെ ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ പെറ്റി കോൺട്രാക്ട് ആയിട്ടുള്ള 4-5 തൊഴിലാളികളുമായി പണിയെടുക്കുന്നത്, കൂട്ടമായി പണിയെടുക്കുന്ന വിഭാഗമായിരുന്നു. പോസ്റ്റ് മാറുന്നത്, ലൈൻ വലിക്കുക, സ്ട്രീറ്റ് ലൈറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പൊ അത് ഡിവിഷൻ അടിസ്ഥാനത്തിലോ സർക്കിൾ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വലിയ കോൺട്രാക്ടർക്ക് കൊടുക്കുകയും അവര് സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം എടുത്തുകൊണ്ട് ചൂഷണം ചെയ്ത് ഈ തൊഴിലാളിക്ക് യഥാർത്ഥ വേതനം കിട്ടാത്ത നിലയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ മീറ്റർ റീഡർമാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ വളരെ രൂക്ഷമായ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മീറ്റർ റീഡർമാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുള്ള 4-5 വർഷം 7 വർഷം മുമ്പുള്ള ഒരു റേറ്റ് വെച്ചുകൊണ്ടാണ് അവർ റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ റീഡിംഗ് എടുക്കുമ്പോൾ ഒരു റീഡിങ്ങിന് എടുക്കുമ്പോൾ 8 രൂപ 92 പൈസയാണ് ഒരു റീഡിങ്ങിന് അവർക്ക് കൊടുക്കുന്നത്. ആ വീട്ടിൽ പോയി റീഡിംഗ് എടുത്ത് അത് ഓഫീസിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് അതിന്റെ മറ്റ് രജിസ്റ്ററുകളും എല്ലാം എഴുതി കൊടുക്കുന്നത്. ഒരു ദിവസം ഇപ്പൊ ബോർഡ് പറയുന്നത് ഏതാണ്ട് നേരത്തെ അത് 60 മീറ്റർ റീഡിംഗ് ആയിരുന്നു. റൂറൽ ഏരിയയിൽ 60 റീഡിംഗ് ആണ് ഒരു ഇതായിട്ട് കണ്ടിരുന്നത്. ഇപ്പൊ അത് 110 90 ഒക്കെ വർദ്ധിപ്പിച്ചു. ഒരു കണക്കിന് ഒരു ദിവസം എടുക്കേണ്ട റീഡിങ്ങിന്റെ അളവ് വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ അവർക്കിപ്പം പുതിയ മിഷൻ സംവിധാനമാണ്. നമ്മുടെ വീട്ടിൽ വന്ന് കൃത്യമായി ചെയ്ത് ബില്ലടിച്ചു കൊടുക്കുന്ന മിഷൻ സംവിധാനമാണ്. ആ സംവിധാനം ഇപ്പൊ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് ആ സംവിധാനം വന്നു. ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോ ഇതിന് കൃത്യമായ നെറ്റ്വർക്ക് കവറേജ് ഏർപ്പെടുത്താൻ KSEB തയ്യാറാകുന്നുണ്ട്. KSEB ഒരു പ്രൊവൈഡറെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഐഡിയ, അല്ലെങ്കിൽ അതുപോലെയുള്ള എയർടെൽ അതുപോലെയുള്ള ഒരു പ്രൊവൈഡറെ സംസ്ഥാന അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മിഷനിലേക്ക് സിം കാർഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് പലയിടത്തും ഇതിന് റേഞ്ച് കിട്ടുന്നില്ല. ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ മിഷൻ വർക്ക് ചെയ്യാനുള്ള റേഞ്ച് കിട്ടാത്ത പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോ റീഡിംഗ് എടുക്കാതിരിക്കാൻ പറ്റില്ല, അതിന്റെ പ്രഷർ വരികയാണ്. അപ്പോ നമ്മുടെ തൊഴിലാളികൾ തന്നെ അവരുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് ഈ റീഡിംഗ് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. എന്നുവെച്ചാൽ പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന KSEB പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഓഫീസിന്റെ പരിധിയിൽ റേഞ്ച് ഉള്ള പ്രൊവൈഡറെ കണ്ടെത്തി അവരുമായി എഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നതിനോ സിം അടക്കം ഈ മിഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ തയ്യാറാകുന്നില്ല. മൊത്തത്തിൽ ഒരു കമ്പനിയുമായി വെച്ചിരിക്കുകയാണ്. അതിന്റെ പലയിടത്തും ഈ പറഞ്ഞതുപോലെ റേഞ്ച് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരുടെ മൊബൈലും അതിലെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അത് വേറെ പ്രശ്നങ്ങൾ സംജാതമാകുന്ന രൂപത്തിലേക്ക് വരും. മറ്റൊന്ന് ഇപ്പോ ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 200 യൂണിറ്റിന് മേൽ റീഡിംഗ് ഉള്ളവരുടെ എല്ലാം TOD സിസ്റ്റത്തിലേക്ക് മാറണമെന്നാണ് ബോർഡ് KSEB പറയുന്നത്. 500 യൂണിറ്റ് മുകളിലുള്ളവരുടെ എല്ലാം TOD സിസ്റ്റത്തിലേക്ക് മാറ്റണം. അപ്പൊ 3 സൈസ് കറണ്ട് ചാർജ് ആണ് വരുന്നത്. 6 മണി വരെ ഒരു കറണ്ട് ചാർജ്, പിറ്റേ ദിവസം 10 മണി വരെ, 6 to 10 വരെ ഒരു റീഡിങ്, അങ്ങനെ ഓരോ താരിഫ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് റീഡിങ് ഒരു കൺസ്യൂമറെ നേരത്തെ ചെന്ന് ഒരു റീഡിങ് എടുത്താൽ മതിയെങ്കിൽ ഇപ്പം പല രൂപത്തിൽ റീഡിങ് എടുക്കേണ്ട രൂപത്തിലേക്ക് വരുന്നു. മറ്റൊന്ന് സോളാർ കൺസ്യൂമേഴ്സിനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ സോളാർ കൺസ്യൂമേഴ്സിന്റെ റീഡിംഗ് എടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്, പുതിയ റീഡിംഗ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന് വേതനം കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് KSEB പറയുന്നില്ല. നിങ്ങൾ എടുത്തോളാനാണ് പറയുന്നത്. അത് KSEBയുടെ സാമ്പത്തിക പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോരോ ന്യായം പറഞ്ഞ് അത് എടുപ്പിക്കുകയാണ്, അതിന് വേതനം നൽകുന്നില്ല. അടുത്ത സാധനം ഇപ്പോൾ വന്നിരിക്കുന്നു, ആൻഡ്രോയിഡ് മെഷീൻ വന്നു കഴിഞ്ഞപ്പോ ഇപ്പം കറണ്ട് ചാർജ് അതിന്റെ ബില്ല് അപ്പൊ തന്നെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ബില്ലടിച്ചാൽ ഉടൻ തന്നെ പേയ്മെന്റ് ചെയ്യാമെന്ന് പറയുന്നു. ആ വീട്ടിലെ ATM കാർഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് മീറ്റർ റീഡർ വഴിയിൽ തന്നെ പേയ്മെന്റ് ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായും ഒരു മീറ്റർ റീഡർക്ക് കൂടുതൽ സമയം ഒരു കൺസ്യൂമറിന്റെ അടുത്ത് ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിന് ആനുപാതികമായ വർധനവ് നടപ്പിലാക്കാൻ ബോർഡ് തയ്യാറാകുന്നുണ്ട്.
അപ്പൊ ഈ രൂപത്തിൽ പുതിയ പുതിയ ജോലികൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുക. മറ്റൊന്ന് ഇപ്പോൾ പറയുന്നു, കരാർ മീറ്ററുകളുടെ ജോലി അല്ലാത്ത ഇൻവോയ്സ് കൊടുക്കുക, ഡോർലോക്ക് നോട്ടീസ് കൊടുക്കുക, അത്തരം സംവിധാനങ്ങൾ എന്ന് പറഞ്ഞ റവന്യൂ വിഭാഗം ലൈൻമാന്റെ ജോലിയാണ്. അതും മീറ്റർ റീഡർമാരാണ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ ചെയ്യണം. അതിന് കൂലി ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന് വേതനം ചോദിച്ചാൽ അതൊന്നും ഇല്ല, ഇത് നിങ്ങൾ ചെയ്താൽ പറ്റത്തുള്ളൂ എന്ന നിലയിലേക്ക് ആ മേഖലയിലേക്ക് പുതിയ പുതിയ ജോലികൾ ഈ കോർപ്പറേറ്റ് രൂപത്തിലേക്ക് ഈ കരാർ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ബോർഡുമായി നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും അതിന് ഒരു എന്ത് വേതനം നൽകുന്ന ഈ പുതിയ തൊഴിലിന്, പുതിയതായി ചെയ്യുന്ന തൊഴിലിന് അവർക്ക് മാന്യമായ വേതനം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു നിസ്സംഗമായ സമീപനമാണ് ബോർഡ് മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തി അനുഭാവപൂർണ്ണമായി പരിഹരിക്കാമെന്നൊക്കെ മന്ത്രിതലത്തിൽ പറഞ്ഞെങ്കിൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കരാർ തൊഴിലാളി ഒന്നടങ്കം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മാസം 1-ാം തീയതി സൂചനാ പണിമുടക്ക് നടക്കുകയാണ്. ഇതിന്റെ സമരത്തിന്റെ ഭാഗമായി 27-ാം തീയതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മുഴുവൻ ഡിവിഷൻ ഓഫീസുകളിലും ധർണ നടക്കുകയാണ്. ഹരിപ്പാട് ഡിവിഷൻ ഓഫീസിന്റെ ഭാഗത്ത് നടക്കുന്ന ധർണ CA2 ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വെച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കരാർ തൊഴിലാളികൾ, ഈ മേഖലയിലെ തൊഴിലാളികൾ ഒന്നടങ്കം ഈ പോകുക. മറ്റൊന്ന്, ഈ പറയുന്ന ജോലി ചെയ്തു കൊടുത്തതിൽ ബില്ലുകൾ യഥാസമയം കൊടുക്കുന്നില്ല. 1, 2, 3 മാസമായാലും ചെയ്ത ജോലിയുടെ വേതനം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബില്ലുകൾ പാസ്സാക്കാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നു. ലൈവ് വർക്കുകൾ ചെയ്തു കൊടുത്താൽ അതിന്റെ ബില്ലുകൾ യഥാസമയം പാസ്സാക്കി കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ കരാർ തൊഴിലാളികളായിട്ടുള്ളവരുടെ ജീവിതം വളരെ ദുസ്സഹമാകുന്ന നിലയിലുള്ള സമീപനമാണ് ബോർഡ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരെയാണ് ഈ സമരം ശക്തമായി നടത്താൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് CA2 തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹരിപ്പാട് ഡിവിഷനിലും 27-ാം തീയതിയും ഈ പറയുന്ന 1-ാം തീയതി പണിമുടക്കം നടത്തുന്നത്.